രാധ നടന്ന സംഭവങ്ങളെല്ലാം സുഖുവിനോട് പറഞ്ഞിരിക്കും. അവളുടെ മുഖത്തു നിന്ന് തന്നെ അതെല്ലാം കേട്ടതുകൊണ്ടാവാം സുഖുവിന് താങ്ങാനാവാത്തൊരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. യു മീൻ എ മെന്റൽ ഷോക്ക്? യെസ്, എ ടെറിബിൾ മെന്റൽ ഷോക്ക്. അപ്പോ എന്റെ മകൻ നീ ഒരിക്കലും ശബ്ദിക്കില്ലേ മാത്യൂസ്? മാപ്പ് മാപ്പ്. സുവേട്ട, പാലും ടാബ്ലറ്റ്സും കഴിക്കേട്ടാ. ഞാനല്ലേ തരുന്നത്, പ്ലീസ്. ഞാനും കൂടി ഈ മുറി കിടന്നോട്ടെ. അതെന്താ ഈ മുറിയിൽ? എന്നെ കാണുമ്പോൾ സുഖേട്ടന് കൂടുതൽ വിഷമമാണ്. സുഖേട്ടാ, സുഖേട്ടാ, നമുക്ക് പല്ല് തേക്കണ്ടേ? സുഖേട്ടാ, 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 സുഖേട്ടാ. സുഖമായിട്ട് ഇറങ്ങുന്നില്ല, വിളിച്ചിട്ട് വരുന്നില്ല. സ്വയം മരിക്കാൻ
കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണം. എന്താ എന്ത് പറ്റി? പറഞ്ഞതുപോലെ പ്രവർത്തിച്ചല്ലോ. ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയ ക്രൂരത. അമ്മവ, അമ്മവ, എന്റെ സുഖേട്ടൻ, സുഖേട്ട, സുഖേട്ട. എന്താ രാജശേഖരൻ? ആർ യു ഓൾ റൈറ്റ്? I am all right. But Sugu is no more. തരട്ടെ, എല്ലാ വേദനകളും മറന്ന് ചേട്ടന് സുഖമായിട്ട് ഉറങ്ങാം. തരട്ടെ. ഇങ്ങനെ ചെയ്തല്ലോ. എന്റെ പാവ സുഖത്തിനെ കൊന്നല്ലോ. സുഖുവിന്റെ മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മണിക്കൂറായി കാണും. മരണമല്ല, കൊലപാതകം. വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് ഐ സെഡ്. എന്റെ ചേട്ടൻ മരിച്ചതല്ല, കൊന്നതാണ്. ആര്? സ്വന്തം ഭാര്യ ശീലാവതി ചമഞ്ഞടന്ന എന്റെ ചേട്ടത്തിയമ്മ. മോളെ സുനിതേ, മറ്റൊരാൾക്കെതിരായിട്ട് ഒരു ആരോപണം നടത്തുമ്പോൾ അതിന് തെളിവ് വേണം, കാരണം വേണം. അപ്പോൾ നമ്മെ ഭരിക്കേണ്ടത് വികാരമല്ല, വിവേകമാണ്. തെളിവുണ്ട്, കാരണമുണ്ട്. എന്ത് തെളിവ്? ഇന്നലെ രാത്രി 10-16 ഉറക്ക ഗുളികകൾ ബാക്കിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കാലിക്കുപ്പി സുഖേട്ടന്റെ കട്ടിലിന്റെ അടുത്ത് കിടക്കുന്നു. സുഖേട്ടൻ തന്നെ എഴുന്നേറ്റ് ചെന്ന് വാർഡ്രോബ് തുറന്ന് ഗുളിയെടുത്ത് കഴിക്കില്ലല്ലോ. ഇത്രയും തെളിവ് പോരെ അങ്കിളിന്? ഇനിയും തെളിവും കാരണങ്ങളും വേണോ? പക്ഷേ സുനിതേ, ആ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം സുഖുവിന് കൊടുത്തത് രാധയാണെന്ന് എങ്ങനെ അറിയാം? അങ്കിൾ ആവശ്യമില്ലാതെ അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. അല്ല കുട്ടി, ഞാൻ വക്കീലല്ലല്ലോ, ഒരു ഡോക്ടറല്ലേ. ഞാനും ഒരു ചെറിയ ഡോക്ടറാണ്, കളിക്കുട്ടിയൊന്നുമല്ല. പക്ഷെ അതിനു മുൻപ് എന്റെ എല്ലാമായ സുഖവട്ടിന് ഈ ലോകത്തിലെ നിത്യനരകത്തിൽ നിന്നും മോചനം നൽകും. എന്നിട്ടേ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കൂ.
എന്താ സുഖേട്ട ഉറങ്ങാത്തത്? സുനിത തന്ന സ്ലീപ്പിംഗ് പിൽസ് എന്താ കഴിക്കാത്തത്? എങ്കിൽ സുഖമായി ഉറങ്ങാമായിരുന്നില്ലേ? പിൽസ് ഞാൻ തരട്ടെ? Why the hell you did it? Why did you kill my poor brother? രാജശേഖരൻ, സമയം വൈകുന്നു. നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? വേണം. സുഖു മരിച്ചു. നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിരുന്നതാണ് ഈ മരണം. അതുകൊണ്ട് ഞാൻ ഒരു ക്ലീൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാം. അങ്ങനെ ഡോക്ടർ മാത്യൂസ്. എന്താണ് കുട്ടി നീ എന്നെ വിളിച്ചത്? ഡോക്ടർ മാത്യൂസ് എന്ന് അങ്കിളെന്ന് ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ കരുതിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ എന്റെ ചേട്ടനെ കൊല ചെയ്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊരു സ്വാഭാവിക മരണമാണെന്ന് സർട്ടിഫിക്കറ്റ് എഴുതാൻ തയ്യാറാവുന്ന നിങ്ങളെ എനിക്ക് ബഹുമാനിക്കാനാവുന്നില്ല. സുഖുവിന്റെ മരണമല്ല, കൊലപാതകം. മരണമാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്താൽ കൊലക്കേസിൽ നിങ്ങൾ പ്രതിയാവും. എന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസാധുവാക്കി കളയും. എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. Matthews, please don't go. എന്റെ ചേട്ടനെ ഉറക്ക ഗുളികകൾ വാരിക്കൊടുത്തു കൊന്നത് ഇവളാണ്. ഇവൾ രക്ഷപ്പെട്ടങ്ങനെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് ആരും കരുതണ്ട. എന്റെ സുഖവട്ടം മരിക്കണമെന്ന് ഞാൻ എന്റെ വൃത്തികെട്ട സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. എനിക്കറിയാം സുഖവട്ടിനെ കൊന്നത് ആരാണെന്ന്. എങ്കിൽ പറയൂ. എന്റെ സുഖവട്ടിനെ കൊന്നത് സുധാകരനാണ്. ഞാനോ? ഭ്രാന്തുണ്ടോ നിങ്ങൾക്ക്? അങ്കിൾ, സുധാകരൻ പലപ്പോഴും പറയാറുണ്ട് ചേട്ടനെ മരിക്കാൻ സഹായിക്കണമെന്ന്. ഇന്നലെയും പറഞ്ഞു. എന്താ സുധി കേൾക്കുന്നത്? ശരിയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയും പറഞ്ഞു. വാട്ട് മേഡ് യു ടു സേ ദാറ്റ്? എന്റെ സ്വന്തം ചേട്ടനാണ്. പക്ഷെ ചേട്ടൻ ജീവിക്കുന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ചേട്ടനുണ്ടോ? കുടുംബത്തിനുണ്ടോ? ലോകത്തിനുണ്ടോ? എന്ന് മാത്രമല്ല, ചേട്ടൻ എന്നെയും മറ്റുള്ളവർക്കും തീരാത്ത ഭാരവും വേദനയുമാണ്. അതുകൊണ്ട് സ്വയം മരിക്കാൻ കഴിവില്ലാത്തവനെ കഴിവുള്ള മറ്റാരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി നീ അത് ചെയ്തു അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു. ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പോലും ശരിയാണ്. പക്ഷേ ഞാൻ ചെയ്തില്ല. സുധാകരൻ, മേഴ്സിക്കില്ലെങ്കിൽ നല്ലൊരു ആശയമാവാം. പക്ഷേ നിയമം അത് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. നീ ഒരു പക്ഷേ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. നിങ്ങളാണിത് ചെയ്തെന്ന് എനിക്കുറപ്പാണ്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങാനാണല്ലോ ഞാൻ. പറയൂ, നിങ്ങൾക്ക് വേണ്ടി ഈ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുക്കണോ? ശരിയാണ്, ഞാനാണ് എന്റെ സുഖമായിട്ട് ഉറക്കുകൊള്ളിൽ കൊടുത്തു കൊന്നത്. എന്നെ പോലീസിൽ ഏൽപ്പിക്കൂ. എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൂ. അമ്മാവ, എന്നെ പോലീസിൽ ഏൽപ്പിക്കൂ. അങ്കിൾ, നിങ്ങൾ പോലീസിന് ഫോൺ ചെയ്യൂ. സുനിതന്നെയെങ്കിലും അത് ചെയ്യൂ. സുധാകരൻ പറയും പോലെ മരണസുഖമായിട്ടൊരു അനുഗ്രഹമായിരുന്നു. ആ അനുഗ്രഹം
ഞാൻ നിമിത്തമാണ് ഉണ്ടായതെങ്കിലും എനിക്കതൊരാശ്വാസമാണ്. പോലീസ് സ്റ്റേഷൻ. Can I speak to your inspector? ഹലോ, റിട്ടയർഡ് കേണൽ രാജശേഖരൻ നായരാണ് സംസാരിക്കുന്നത്. ഇന്നലെ രാത്രി എന്റെ മൂത്ത മകൻ സുകുമാരനെ ഉറക്കഗുളികൾ കൊടുത്ത് കൊലപ്പെടുത്തിയത് അവന്റെ അച്ഛനാണ്. ഞാൻ യെസ്. കൊലപാതകയെ രക്ഷപ്പെടുത്താൻ അച്ഛൻ സ്വയം കുറ്റമേൽക്കുകയാണ്. ഞാനിത് സമ്മതിക്കില്ല. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ആർ യു ഓൾ റൈറ്റ്? ഇല്ല, എന്റെ അമ്മാവൻ ഒരിക്കലും അത് ചെയ്യില്ല. രാജശേഖരൻ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 6 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മകൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മരിക്കണമെന്ന്. മോനെ, നിന്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ. ആ കുറവ് നികത്താൻ രാധയുണ്ട്, സുനിതയുണ്ട്, ഞാനുണ്ട്. മനസ്സ് മാത്രം തളരാതെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഉയർത്തി എന്നെ നോക്കിയിട്ട് എന്റെ മോൻ ചോദിച്ചു, ഒരു ദിവസം മനസ്സും തളർന്നാലോ അച്ഛാ എന്ന്. അന്ന് ഞാൻ നിന്നെ മരിക്കാൻ സഹായിക്കാമെന്ന് ഞാൻ അവന് ഉറപ്പ് കൊടുത്തു. ഇന്നലെ എനിക്ക് മനസ്സിലായി, എന്റെ മകന്റെ മനസ്സും തളർന്നിരിക്കുന്നുവെന്ന്. മോനെ സുഖു, മോനെ, നിനക്ക് മരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പാണോ? അച്ഛൻ സഹായിക്കണോ?